ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫിഷ് ടാങ്ക് ആണ് കേട്ടോ. ഒരു കിടിലൻ ഫിഷ് ടാങ്ക് ആണ്. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഒരു ഫിഷ് ടാങ്ക് ഉണ്ടാക്കി നന്നായിട്ടും കാണാമെന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇന്ന് വന്നത്. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ റെഡിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മേക്കിംഗ് വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ പുതുതായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ആ തൊട്ടടുത്ത് കിടന്ന ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും സമയം കളയാതെ തന്നെ നമ്മുടെ വീഡിയോയിൽ കിടന്നാലോ. ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുക്കാൻ പോകുന്നത് കുറച്ച് സിമെൻറ്റും അതേപോലെ മണലുമാണ്. അപ്പോൾ നമ്മൾ 3 ചിരട്ട സിമെൻറ്റിന് 9 ചിരട്ട മണലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി എന്തായാലും നമുക്ക് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും നമ്മുടെ സിമെൻറ്റ് അവിടെ അടിപൊളിയായി കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അടുത്തെടുക്കാൻ പോകുന്നത് ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് കേട്ടോ. നമ്മൾ പച്ചക്കറിയൊക്കെ അങ്ങനെയൊക്കെ യൂസ് ചെയ്യണ പോലെ ഒരു പാത്രമാണ്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഇങ്ങനെ വെക്കുക. അടുത്തായിട്ട് നമ്മൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുക്കളയിലേക്കുള്ള ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കുക, ഇതുപോലെ കീറിയെടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച സിമെൻറ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിന് മുകളിലോട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചട്ടിയുടെ താഴ്ഭാഗമായിട്ട് വരിക. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കട്ടിക്ക് തന്നെ നമുക്കിത് ചെയ്തെടുക്കണം. നല്ല ബലം വേണമല്ലോ നമ്മുടെ ചട്ടിക്ക്. അതുകൊണ്ട് നമുക്ക് നല്ല കട്ടിക്ക് തന്നെ ഇതുപോലെ ഫസ്റ്റ് ലെയർ ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം നമുക്കൊരു റൗണ്ട് ചെയ്തെടുക്കണം. അപ്പം അതിനായിട്ടാണ് നമ്മുടെ ശ്രമം. അപ്പം നന്നായിട്ട് ഇതുപോലെ ഫസ്റ്റ് ഒന്ന് റൗണ്ടാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ റൗണ്ട് ഏകദേശമൊക്കെ നമ്മൾ ഇതുപോലെ ആക്കി കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ സൈഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ സൈഡ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, അതായത് പതുക്കെ വേണം ചെയ്യാൻ. നമ്മൾ ഫാസ്റ്റിലൊക്കെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഒരു ധൃതിയും ഇല്ല, പതുക്കെ ചെയ്താൽ മതി ഇതുപോലെ. അപ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കാൻ ശ്രമിക്കുക ഈ സിമെൻറ്റ്. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു പരുവത്തിൽ കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുകളിൽ കൂടെ ഒന്ന് ടച്ച് ചെയ്തെടുക്കാൻ പോവാണ്. അതായത് അതിൻ്റെ മുകളിലുള്ള വണ്ണം കൂട്ടാൻ പോവാണ്. അപ്പോൾ മാക്സിമം നമ്മളെ കൊണ്ട് എത്രത്തോളം വണ്ണത്തിൽ ഇടാൻ പറ്റുമോ അത്രത്തോളം കട്ടിയിൽ ഇതുപോലെ സിമെൻറ്റ് തേക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ സൈഡ് കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ പോവാണ്. അതിനായിട്ട് ജസ്റ്റ് നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ കറണ്ട് ഉണ്ടെങ്കിൽ ബെസ്റ്റാണ് കേട്ടോ. കറണ്ട് വെച്ച് ഇതുപോലെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പം നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും ഇതുപോലെ. അപ്പം നമ്മൾ വലിയ പ്രൊഫഷണൽസ് അല്ലെങ്കിലും നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പം താഴെയൊക്കെ നിങ്ങൾക്ക് കാണാം കുറച്ചൊക്കെ സിമെൻറ്റ് ഇതുപോലെ വീണൊക്കെ കിടക്കുന്നുണ്ടാവും കേട്ടോ. അപ്പം അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വേസ്റ്റ് ചെയ്യേണ്ട. അതിനൊക്കെ ജസ്റ്റ് ഒന്ന് താഴ്ഭാഗത്ത് തന്നെ നമുക്കൊന്ന് ടച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം അതിനായിട്ട് ഇതുപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് താഴ്ഭാഗമൊക്കെ ഒന്ന് ടച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് സിമെൻറ്റ് പൊടി ഇതുപോലെ വിതറി കൊടുക്കാം കേട്ടോ. ഇത് മറ്റൊന്നിനും അല്ല, വെള്ളം കൂടിയ ഭാഗത്തൊക്കെയാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ എക്സസ് വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു സിമെൻറ്റ് പൊടി ഇട്ട് കഴിഞ്ഞാൽ വലിച്ചെടുക്കും ഈ സിമെൻറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഇട്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതുപോലെ കറണ്ട് വെച്ച് ജസ്റ്റ് ഒന്ന് ഇതുപോലെ വരഞ്ഞു കൊടുക്കുക. ഇതുപോലെ വരയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല സ്മൂത്തായിട്ട് തന്നെ വരുന്നുണ്ട് ആ സർഫസ് ഒക്കെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് സൈഡും എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പം അത്യാവശ്യം ഒരു നീറ്റ്നെസ് ഒക്കെ വന്നല്ലോ അല്ലേ കാണുമ്പോൾ തന്നെ. എന്തായാലും സംഭവം കൊള്ളാം. അതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ കാല് വയ്ക്കാനാണ് പോകുന്നത്. അതിനായിട്ട് നമ്മുടെ ബാക്കി വന്ന സിമെൻറ്റ് നമ്മൾ എടുക്കുകയാണ്. അതേപോലെ ഒരു 3 ഡിസ്പോസിബിൾ ഗ്ലാസ് നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ളിൽ നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് തേച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതിനുള്ളിലോട്ട് നമ്മുടെ സിമെൻറ്റ് നിറച്ച് കൊടുക്കാം. നമുക്ക് സിമെൻറ്റ് ഇതുപോലെ എടുക്കുക, നന്നായിട്ടൊന്ന് നിറച്ച് കൊടുക്കുക ഇതിനുള്ളിലോട്ട്. അപ്പോൾ സൈഡിൽ ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നും വരാതെ തന്നെ നമ്മളിത് നിറച്ച് കൊടുക്കണം കേട്ടോ. നമ്മളെ കൊണ്ട് അറിയുന്ന പോലെ സൈഡൊക്കെ നന്നായിട്ടൊന്ന് നിറച്ച് കൊടുക്കുക. എന്തായാലും നമ്മൾ ഫസ്റ്റ് വണ്ണിൽ നിറച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അത്യാവശ്യം നീറ്റായിട്ടൊക്കെ നിറച്ചിട്ടുണ്ടല്ലോ. ഇതുപോലെ നമുക്ക് 3 എണ്ണത്തിലും കൂടെ നിറച്ചെടുക്കാണ്ട്. അതേപോലെ 2 എണ്ണത്തിലാട്ടോ നിറയ്ക്കാനുള്ളത്. നമ്മൾ മൊത്തം 3 എണ്ണമാണ് ചെയ്യണത്. അപ്പോൾ എന്തായാലും ഒന്ന് കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ അടുത്ത് 2 എണ്ണം കൂടെ ചെയ്താൽ മതി കേട്ടോ. നമുക്ക് ജസ്റ്റ് ടാപ്പൊക്കെ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് എടുത്ത് വയ്ക്കാം. ഇതുപോലെ നമ്മൾ 3 എണ്ണത്തിലും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇതിനെ നമ്മുടെ പാത്രത്തിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് വെക്കുമ്പോൾ സൂക്ഷിക്കുക. കാരണം ഇതുപോലെ നമുക്ക് കമത്തണ ടൈം ചിലപ്പോൾ താഴെയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് കറക്റ്റ് ഭാഗത്ത് തന്നെ ഒന്ന് വെക്കാൻ ശ്രമിക്കുക കേട്ടോ. നമ്മുടെ 3 കാലും നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കാൻ പോവാണ്. ഇതിപ്പോൾ എവിടെ വെക്കേണ്ടത്, എങ്ങനെ വെക്കേണ്ടത്, തിരിക്കേണ്ടത് എന്നുള്ളൊരു പ്രശ്നമാണ് കേട്ടോ. ഒന്ന് കറക്റ്റായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി.
നമ്മുടെ 2 കാല് റെഡി ആയിട്ടുണ്ട്. 3ാമത്തെ കാലൂടെ നമ്മൾ ഇതുപോലെ വയ്ക്കാൻ പോകണം. അതിന് മുമ്പ് നമുക്ക് കരണ്ടി എടുത്തിട്ട് ജസ്റ്റ് ഒരു പ്രൊട്ടക്ഷൻ വയ്ക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ 3 കാലും നല്ല അടിപൊളിയായി സെറ്റായിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് നാളെ വരെ ഇതൊന്ന് ഉണങ്ങാൻ വയ്ക്കാം. അപ്പം നാളെ എന്തായാലും നമുക്കിതൊന്ന് എടുത്ത് നോക്കാം കേട്ടോ. എന്നിട്ട് ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത ദിവസം കണ്ടോ നല്ല കിടലിനായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമുക്കിങ്ങനെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ സംഭവം. നമുക്ക് എന്തായാലും ഇതൊന്ന് ജസ്റ്റ് ഒരു ഷീറ്റിൻ്റെ മുകളിലോട്ടോ എന്തിൻ്റെ മുകളിലോട്ടെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ ഷീറ്റിൻ്റെ മുകളിലൊന്ന് കമത്തി വയ്ക്കാൻ പോണ്. അതിന് ശേഷം നമ്മൾ ഈ ഡിസ്പോസിബിൾ ഗ്ലാസ് എടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഈസി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ സംഭവം. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ആ ഒരു എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ നല്ല പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും തിരിച്ചു വയ്ക്കാം. അതിന് ശേഷം നമ്മുടെ ഈ പാത്രവും ഈ കവറൊക്കെ ഇന്ന് മാറ്റണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ പാത്രം ഒന്ന് എടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. വലിയ കുഴപ്പമില്ലാണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടോ പാത്രം. അതിന് ശേഷം നമുക്ക് ഈ ഒരു കവർ കൂടെ വലിച്ചെടുക്കാം. ഇപ്പോൾ കവർ കൂടെ എടുത്തപ്പോൾ കണ്ടോ അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ സംഭവം. നമുക്ക് എന്തായാലും ഈ സൈഡത്തെ ഈ ഒരു എക്സ്ട്രാ വന്നിരിക്കുന്ന ഒരു സിമെൻ്റൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കളയണം. നമുക്ക് എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് അത് മാത്രം ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അടുത്തായിട്ട് നമ്മൾ നല്ല വൈറ്റ് സിമെൻ്റ് ആട്ടോ എടുത്തിരിക്കുന്നത്. വൈറ്റ് സിമെൻ്റ് നന്നായി ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇത് മൊത്തമായിട്ട് ഇതിലോട്ടൊന്ന് അടിച്ചു കൊടുക്കണം വൈറ്റ് സിമെൻറ്റ്. അപ്പോൾ വൈറ്റ് സിമെൻറ്റ് നമ്മൾ ഒരുപാട് ലിക്വിഡ് ആയിട്ടല്ല എടുക്കുന്നത്, അത്യാവശ്യം കുറച്ച് കട്ടിക്കൊക്കെ തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഏകദേശം ചെറിയ ഓട്ടയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അടഞ്ഞു പോകും. നമ്മൾ അത്യാവശ്യം കട്ടിക്ക് തന്നെ വൈറ്റ് സിമെൻറ്റ് അടിച്ചു കിട്ടാം. അപ്പോൾ അതിനാണ് നമ്മൾ വൈറ്റ് സിമെൻറ്റ് അടിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ചട്ടിക്ക് ബലം കൂടെ വയ്ക്കുന്നുണ്ടോ വൈറ്റ് സിമെൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് എന്തായാലും വൈറ്റ് സിമെൻറ്റ് മൊത്തമായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏതൊക്കെ ഭാഗത്താണോ ചെറിയ കുണ്ടും കുഴിയും പോലെയൊക്കെ ഉള്ളത് അവിടെയൊക്കെ നമ്മൾ അത്യാവശ്യം കട്ടിക്ക് തന്നെ വൈറ്റ് സിമെൻറ്റ് അടിക്കാം. അങ്ങനെ നമ്മുടെ വൈറ്റ് സിമെൻ്റ് അടി ഏകദേശമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വൈറ്റ് സിമെൻറ്റ് നന്നായി ഉണങ്ങിയതിന് ശേഷം നമ്മൾ അടുത്ത ഏതെങ്കിലും ഒരു പെയിൻറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു പെയിൻറ്റ് വെച്ചിട്ട് ഇതുപോലൊന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇനാമൽ പെയിൻറ്റ് ഉണ്ടായിരുന്നത്, ഇനാമൽ പെയിൻറ്റിന് നല്ല ഓറഞ്ച് കളർ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല എടുപ്പുണ്ടാവും കാണുമ്പോൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ഓറഞ്ച് കളർ വെച്ചിട്ട് മൊത്തമായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ പോകണം. നമ്മളിപ്പോൾ ബാക്ക് സൈഡ് മാത്രമാണ് ഓറഞ്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ മൊത്തമായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ ഉള്ളിൽ മൊത്തമായിട്ട് ബ്ലൂ കളറാട്ടോ കൊടുക്കാൻ പോണ്. അപ്പോൾ പൊതുവേ നമുക്ക് വെള്ളം എന്ന് പറയുമ്പോൾ തന്നെ ഒരു ബ്ലൂ കളറൊക്കെയാണല്ലോ ഓർമ്മ വരിക. അതുകൊണ്ട് തന്നെ ബ്ലൂ കളറെ കൊടുക്കാൻ പോണ്. അപ്പോൾ ഇതിനുള്ളിൽ നന്നായി ഉണങ്ങിയിട്ട് വെള്ളം കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും കാണാൻ. അതേപോലെ ഇതിനുള്ളിൽ മീനൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഈ ബ്ലൂ കളറിൽ. അതുകൊണ്ട് ബ്ലൂ കളർ മൊത്തമായി കൊടുത്തതിന് ശേഷം ഈ ടോപ്പിൽ മാത്രം നമ്മൾ കുറച്ച് പച്ച വെച്ചിട്ടാട്ടോ ടച്ച് ചെയ്ത് കൊടുക്കാൻ പോണത്. അത് മറ്റൊന്നിനുമല്ല, ഒരു ചെറിയ ഇലയുടെയൊക്കെ ഒരു ഫീൽ വരാനാണ് നമ്മൾ ഇതുപോലെ ഗ്രീൻ വെച്ച് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെയിറ്റ് എന്തെങ്കിലും കൊടുക്കാം. വൈറ്റ് കളർ ആകുമ്പോഴും ഒരു എടുപ്പുണ്ടാവും കാണാൻ. നിങ്ങളുടെ കയ്യിലുള്ള പെയിൻറ്റ് വെച്ച് ഇതുപോലെ ഒന്ന് കൊടുത്തെടുക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ ഏകദേശമൊക്കെ ഇതുപോലെ കൊടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഒരു ദിവസം കൂടെ നന്നായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഉണങ്ങിയിട്ട് കാണാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് വെള്ളം നിറച്ചിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോണത് കുറച്ച് വെള്ളാരങ്കല്ല് ഇട്ട് കൊടുക്കാനാണ് പോണത്. അപ്പോൾ ഇതുപോലെ വെള്ളാരങ്കല്ല് ഉണ്ടെങ്കിൽ അതുകൂടെ നമുക്ക് ഇനി ഇട്ട് കൊടുക്കാം. നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അതിന് ശേഷം നമ്മൾ ഇതുപോലെ കുറച്ച് ചെടിയൊക്കെ ഉണ്ടെങ്കിൽ, ഇതൊക്കെ വാട്ടർ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അതുപോലെ തന്നെ മീനുകൾക്കൊക്കെ നല്ലതായിരിക്കും ഇല്ലിരിക്കാൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതുകൂടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അവിടെയും ഇവിടെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് നമ്മുടെ മീനും കൂടെ നമുക്ക് ഇതിലിടാം. കണ്ടോ, ഇതാണ് ഗപ്പീസാണ് നമ്മൾ ഇടാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഇഷ്ടംമാതിരി ഗപ്പീസ് ഉണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മൾ ഇതിലിടാൻ പോകുന്നത്. പക്ഷേ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇട്ട് കാണിക്കുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ഇതിപ്പോൾ നമ്മൾ ഇന്നലെയാണ് പെയിൻറ്റ് അടിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചിലപ്പോൾ ചത്തുവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ ഒരു 2-3 ദിവസം ഇതുപോലെ വെള്ളം നിറച്ച് വയ്ക്കുക. അതിന് ശേഷം വെള്ളം മാറ്റിയിട്ട് പുതിയ വെള്ളത്തിൽ നിങ്ങൾ ഇട്ടാൽ മതി. ഓക്കെ, നമ്മളിപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഇതൊന്ന് വെച്ച് കാണിച്ചു തരാം കേട്ടോ.
കണ്ടോ, നല്ല നീല കളറിൽ നല്ല ഭംഗിയുണ്ടാവും നമുക്ക് ഈ ഗപ്പി കാണാൻ. ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാം കേട്ടോ എല്ലാവർക്കും, ഫ്രണ്ട്സ് എല്ലാവർക്കും. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തായാലും ഈ ഒരു ഫിഷ് ടാങ്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവമല്ലേ. അതായത് നമുക്ക് കുറച്ച് സിമെൻറ്റ് മാത്രമേ ആവശ്യമുള്ളൂ, ഭയങ്കര ഈസി ആയിട്ട് തന്നെ ഇതുപോലെ ഉണ്ടാക്കാം. നിങ്ങൾ പുറത്തുനിന്നൊക്കെ വാങ്ങാൻ പോകണമെങ്കിൽ എങ്ങനെയും ചുരുങ്ങിയത് ഒരു 500 to 1000 രൂപയാണ് ചുരുങ്ങിയ ഒരു പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയൊന്നും പൈസ കൊടുത്ത് നിങ്ങൾ ചിലവാക്കി ഇതുപോലെ ഒരെണ്ണം വാങ്ങണമെന്നില്ല. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്ന് രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡ് കാണുമായിരിക്കും. ബൈ ബൈ.